നമ്മൾ ചെടി ഹാങ് ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനത്തിലാണ്. ഇത് കസ്റ്റം മെയ്ഡാണ്, മെറ്റലാണ്. അപ്പോൾ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടി ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെടികൾ മാത്രം മാറ്റി മാറ്റി വയ്ക്കും, പക്ഷേ ഹാങ്ങർ സെയിം ആയിരിക്കും. ഇതിന് പൊട്ടിപ്പോകുകയില്ല, ഡാമേജ് ഒന്നും വരുത്തുമില്ല. 12 എണ്ണമാണുള്ളത്. നമുക്ക് 12 ഹാങ്ങേഴ്സാണ് ഫ്രണ്ടിലുള്ളത്. അതിനുവേണ്ടി 12 എണ്ണമാണ് നമ്മൾ ചെയ്യിച്ചിരിക്കുന്നത്. ഇവനെ ഇവിടെ തൂങ്ങിക്കിടക്കേണ്ടവനല്ല, ഇവനെ മാറ്റണമെന്ന് കുറേ ദിവസം കൊണ്ട് ആലോചിക്കുകയാണ്. അപ്പം നമുക്കിവനെ താഴേക്ക് ഇറക്കാം. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ പോവാണ്. ഞാനിവനെ ഇങ്ങനെ താഴേക്ക് ഇറക്കുവാണ്. നമുക്കിത് വെച്ച് വേറൊരു പണി ചെയ്യാം. യെസ്, ഓ ഇതിന് സൂപ്പർ വെയിറ്റാണേ, നല്ല ഹെവിയാണ്. ഇത്രയുണ്ട്. പക്ഷെ ഇവനെ അങ്ങനെ മുകളിൽ നിൽക്കേണ്ടവനല്ല, ഇവനെ താഴോട്ടാക്കാം. സോ നമുക്ക് ഈ ഹാങ്ങിങ്, മെറ്റൽ ഹാങ്ങിങ് ആണ് നമ്മുടേത്. അതിൽ നിന്ന് ഇതിനെ ഇങ്ങ് ഊരിയെടുക്കാം. ഇതിനെ പൊട്ടാതെ ഉടയാതെ നമുക്ക് ഊരിയെടുക്കണം. യെസ്, ഓപ്പറേഷൻ സക്സസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹാങ്ങിങ് റിങ്ങിങ് മാറ്റി. ഇതെല്ലാമാണ് നമ്മുടെ ബാക്കപ്പ് ഹാങ്കേഴ്സ്. അതായത് നമ്മൾ അവിടെ ചീത്തയാകുന്ന ചെടികളെ റീപോർട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് തൂക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇപ്പോൾ അവിടുന്ന് ഞാനൊരു ചട്ടി മാറ്റി. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് ഏറ്റവും നല്ല ചട്ടി ഏതാ അതിനെ ഇവിടുന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പർഗോളയിൽ കയറ് കെട്ടി കുറേയേറെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവരിവിടെ കിടന്ന് വളരാൻ വേണ്ടിയാണ്. സോ ഇനി ആ ചെടി ഇതിൽ നിന്ന് ഞാൻ മാറ്റി. അപ്പോൾ ഇനി വേറൊരു ചെടിയെ ഇതിലേക്ക് വെച്ചിട്ട് അവിടെ കൊണ്ട് ഹാങ് ചെയ്യും. ഫ്രണ്ടിലെ ഇല്ലാത്തതും എന്നാൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതും ഇവനാണ്. അപ്പം നമുക്ക് ഇവനെ ഇങ്ങ് എടുക്കാം. ഇങ്ങനെയുള്ള ബാക്കപ്പ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഹാങ്ങിങ് ചെടികൾ ഇഷ്ടം പോലെ കാണും. നമ്മുടെ ഹാങ്ങർ എടുക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെക്കുന്നു. അപ്പം അടുത്ത ചെടി നമ്മൾ ഇതിൽ ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയുള്ള സംഭവം. സോ സിമ്പിൾ ആൻഡ് ഈസി അല്ലേ? ഇങ്ങനെയുള്ള കസ്റ്റം മെയ്ഡ് റിങ് ഉണ്ടാക്കാൻ അധികം ചിലവൊന്നും വരത്തുമില്ല, പക്ഷെ നമുക്ക് പെർമനൻറ്റ് യൂസുമാണ്. നമ്മൾ ചെടിയെടുത്ത് സ്പേസ് ഇപ്പോൾ വേക്കൻ്റായി കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഇതിനെ അങ്ങ് ഹാങ് ചെയ്യാം. യെസ്, ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞ ദിവസമേ ഹോർട്ടികോപ്പ് സൊസൈറ്റി പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ കോക്കോപോള്. ഇതിൻ്റെ അകത്തെല്ലാം ചകിരിച്ചോറ്, എന്നിട്ടൊരു തിൻ നെറ്റ് ഇട്ടിട്ട് കെട്ടിയിരിക്കുകയാണ്. ഇതിന് 130 രൂപയാണ്. ഇങ്ങനെയുള്ള ഈ വള്ളിച്ചെടികൾ കയറ്റിവിടാൻ പറ്റിയ സാധനമാണിത്. അപ്പം ഞാൻ ഇന്ന് ഇതിനെ ഇതേ കയറ്റാൻ പോവാണ്. ജോയേ, എൻ്റെ വളത്തെ എണീക്കടാ. നോക്ക്. അയ്യടാ, എന്ത് സുഖം. എൻ്റെ എല്ലാ പണി ചെയ്യാനും ഞാൻ ഉപയോഗിക്കുന്നതേ ഈ അലക്കുകല്ല് തന്നെയാണ്. ഇതെനിക്ക് ഈസിയാണ്, ആക്സസിബിളാണ്, പിന്നെ ഹൈറ്റും കറക്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. എൻ്റെ ഈ അലക്കുകല്ലിനെ ഇപ്പോൾ അലക്കാനുള്ള യൂസല്ല, ഒരു ടേബിൾ ടോപ്പിൻ്റെ യൂസാണ് ഞാനിപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ ചെടിയെ ഇപ്പം നല്ല തഴച്ചു വളർന്ന് നല്ലപോലെ നിൽക്കുകയാണ്. ഇതിനെ ഞാൻ റീപോർട്ട് ചെയ്യുന്നൊന്നുമില്ല. ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ കോക്കോപോളിനെ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്താണേലും നമ്മൾ ചെടി നടുവല്ലേ. അപ്പോൾ ഇതേ കുറച്ച് വളവും കൂടി ഉണ്ടാക്കി. നമ്മുടെ ചാണകം, ചകിരിച്ചോറ്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കാം. കാരണം കുറച്ച് മണ്ണിങ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വളം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കോക്കോപോൾ എടുത്തിട്ട് നടുക്കൊന്ന് കുത്തി ഇറക്കാമോ എന്ന് നോക്കാം. യെസ്, ഒരു പ്രഷർ കൊടുത്തപ്പം ഇത് താഴോട്ടങ്ങ് പോയി.
കുറച്ച് വേരുകൾ പൊട്ടിക്കാണും, എന്നാലും ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ നിൽപ്പുണ്ട്. ഒത്ത നടുക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇവരെയൊക്കെ ഇതിലൂടെ ചുറ്റി കൊടുക്കാം. ഇതൊക്കെ നല്ല വലുതായിട്ട് നിൽക്കുകയാണ്. ഓരോരുത്തരെയായിട്ട് തട്ടാതെ ഉടയാതെ മുറിയാതെ പതുക്കെ എടുത്ത് ചുറ്റി ഒരു ചെറിയ കയറിട്ട് കെട്ടി കൊടുത്താണ് കൊണ്ടുപോകുന്നത്. കാരണം ഇവർ താഴോട്ട് ഹാങ് ചെയ്ത് നിന്നുകൊണ്ട് ഇവരുടെ ഗ്രോത്ത് എല്ലാം താഴോട്ടാണ്. ഇനി ഇതിനെ മുകളിലോട്ടാക്കേണ്ടതുണ്ട്. ഇനി ഒരു പീസ് കൂടെ ഉണ്ട്, ഒന്നല്ല 2 പീസ്. ഓരോ പീസ് എടുത്ത് ഞാൻ കെട്ടിക്കൊടുക്കുവാണ്. കാരണം ഇവർ നല്ല സ്റ്റിഫാണ്. താഴേക്ക് വളർന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ആക്ച്വലി ഇവർ ഹാങ്ങിങ് ചെടിയല്ല, ഇങ്ങനെ കയറ്റി വിടേണ്ട ചെടിയാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പീസ്. യെസ്, അങ്ങനെ നമ്മൾ ഇവരെ ഇങ്ങനെയാക്കി. ഇത് കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഒടിയും. കാരണം ഇവരങ്ങനെ നിന്നവരായതുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് നേരെ നിൽക്കാൻ പറ്റില്ല. സോ ഇനി ഇവനെ കൊണ്ട് വെയിലത്ത് വയ്ക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരും. കുറച്ച് വളം കൂടി ഇട്ടേക്കാം. കുറച്ച് വെള്ളവും കൂടെ സ്പ്രിങ്കിൾ ചെയ്തേക്കാം. യെസ്, അപ്പം നമുക്ക് ഈ പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവന് നേരെ ആയിക്കോളും.